അടുത്തുള്ള ചെയ്ത പടങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഒരു ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അത് ഓൾറെഡി അവേട്ടൻ പറഞ്ഞു കഴിഞ്ഞു, എല്ലാവരും ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഞാനിതൊരു അങ്ങനെ മലയാളത്തിൽ ചെയ്തിട്ടില്ല, അപ്പോൾ അങ്ങനെ യെസ് പറഞ്ഞതാണ്. ഒരു കുറച്ച് ത്രില്ലിംഗ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ യെസ് പറഞ്ഞു. അഭികുമാർ ഡയറക്ടറിൽ ഡെബ്യൂട്ട് സിനിമ വരുന്നു സീക്രട്ട് ഹോം. ഇപ്പോൾ ഉള്ള ഒരു ഫീൽ എന്താണ്? ഇപ്പോഴുള്ള ഫീല് ഈ സിനിമ എങ്ങനെയാണ് പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ട്. നമുക്കിതിലൊരു വിശ്വാസമുണ്ട്. നമ്മൾ ഈ സിനിമ കണ്ട് ഈ സിനിമയുടെ കൂടെ പ്രവർത്തിച്ചവർക്ക് ഒക്കെ നമ്മൾ സിനിമ കണ്ടതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം ഈ സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എന്താണോ ഒരു പ്രേക്ഷകൻ ഇത് കണ്ടു കഴിയുമ്പോൾ തോന്നേണ്ടത്, അല്ലെങ്കിൽ ഏത് തരം ഓഡിയൻസിനെയാണ് നമ്മൾ ഇത് അഡ്രസ്സ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളത്, അവർക്ക് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ളൊരു ഫീൽ കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഇന്നലത്തെ ഒരു പ്രിവ്യൂ ഷോയിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അത് എല്ലാ തരത്തിൽപ്പെട്ട 100% ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിനിമയാണെന്ന് ചോദിച്ചാൽ അല്ല, അത് നമുക്കറിയാം. പക്ഷേ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, പുറത്ത് പറയാൻ ആളുകൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും സമൂഹത്തിൽ ഉണ്ട് എന്നൊരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള മനുഷ്യർക്ക് ഈ സിനിമ കണ്ടാൽ അതിലൊരു എന്തോ ഉണ്ട്, ഇത് പറയുന്നതിൽ ഒരു വസ്തുതയുണ്ടെന്ന് തോന്നിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് വരും ദിവസങ്ങളിൽ. നാളെ തുടങ്ങി ഈ സിനിമ പ്രേമികൾ ആ സിനിമയെ എങ്ങനെ എടുക്കുന്നു എന്നുള്ള ആകാംക്ഷയാണ്. സിനിഫൈൽസ് ആണ് മെയിൻലി എല്ലാ ആഴ്ചയും കാണുന്ന സിനിമ കാണാൻ വരുന്ന ആളുകളുണ്ട്. അവരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ അവർ നല്ലത് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ, ഫാമിലീസ് എല്ലാം അതിന് ശേഷമാണ് തിയേറ്ററുകളിൽ വരാൻ സാധ്യതയുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിനിമ, വലിയ സ്റ്റാർ കാസ്റ്റില്ലാത്ത സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം തന്നെ എല്ലാ ഫാമിലീസും ഓടി ഇറങ്ങി വരും നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ സിനിഫൈൽസ് അവരുടെ ഈ സിനിമ ജഡ്ജ്മെൻ്റ്, അവരുടെ സിനിമയോടുള്ള അവരുടെ പുതിയ തരം സിനിമകളോടും കൺസെപ്റ്റോടുള്ള അവരുടെ ആങ്സൈറ്റി, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ട് പല ആളുകളും പറഞ്ഞ ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ ഒരു ഈസി ഗോയിങ്, ഒരു ഹാപ്പി എൻഡിങ് ഫിലിം അല്ല, ഡിസ്റ്റർബിംഗ് ആണ് എന്നുള്ള ഒരു. Did you find the movie disturbing after? Yeah, at last it got disturbing. Yeah. അതായത് നിങ്ങളൊന്നും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നില്ല. സിനിമയിൽ എങ്ങനെയാണോ യഥാർത്ഥമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള, ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നുള്ളൊരു ഇതും കൂടിയുണ്ട്. അപ്പോൾ ബേസിക്കലി ട്രൂ സ്റ്റോറി വിഷ്വലി ചെയ്യുന്ന സമയത്ത് അത്തരം ചാലഞ്ചസ് ഉണ്ടാവും. ട്രൂ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റോറിയാണ് നമ്മളെ ആദ്യമായിട്ട് ഇതിലേക്ക് ഓക്കെ ഇങ്ങനെ ഒരു ക്രൈം നടന്ന ഒരു സംഭവത്തെ തുടർന്നുള്ള ചർച്ചകൾ വന്നപ്പോൾ നമുക്ക് തോന്നി ഇതിന്റെ പിന്നിൽ ഇത് തന്നെ ആയിരിക്കുമോ. കാരണം നമുക്ക് സ്വാഭാവികമായും ഡൗട്ടുകൾ തോന്നാവുന്ന തരത്തിലാണ് ഇതിന്റെ ചാനലുകളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ ചർച്ചകൾ നടന്നിട്ടുള്ളത്. അപ്പം നമുക്ക് സ്വാഭാവികമായും തോന്നും ഇതിങ്ങനെ തന്നെയാണോ, ഏതെങ്കിലും തരത്തിൽ ഫാബ്രിക്കേറ്റഡ് ആവാം. അപ്പോൾ ഞങ്ങളപ്പോൾ അതിനൊരു സാധ്യത കണ്ടെത്തിയപ്പോഴാണ് നമ്മളത് വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്തത്. ഓക്കെ, കുടുംബങ്ങളിൽ കാണുന്ന ഇപ്പോഴത്തെ ഈ കാലങ്ങളിൽ കൂടുതൽ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക മൂല്യങ്ങളും ബന്ധങ്ങളും, അതോടൊപ്പം തന്നെ ഈ ക്രൈം സ്റ്റോറി നമ്മൾ സിനിമയാക്കുന്നതോടെ പറയുന്നതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് സമൂഹത്തിൽ കൂടുതൽ ഇത്തരം സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുക. റിയലായിട്ട് നമ്മൾ എവരിഡേ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ റിലീസ് ചെയ്യാൻ തുടങ്ങുന്ന സമയങ്ങളിലൊക്കെ നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് പല ഇൻസിഡൻസും ഇതുമായി മാച്ച് ചെയ്യുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഉറപ്പായിട്ട് തോന്നിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ പറയപ്പെടേണ്ടതാണ് ഈ കാലത്ത് എന്ന് നമുക്ക് പൂർണ്ണമായും തോന്നുകയാണ്. ആ ഒരു വീടിൻ്റെ ഉള്ളിൽ അത്രയും നിഗൂഢതകൾ പല വീടുകളിലും ഉണ്ട്. തൊട്ടടുത്ത അയൽക്കാർക്ക് പോലും മനസ്സിലാവാത്ത നിഗൂഢതകൾ എത്ര എണ്ണം നമ്മൾ കണ്ടിട്ടുണ്ട്. അയൽക്കാരൊന്നും ഇതുവരെ അറിഞ്ഞിരുന്നില്ല ആ വീട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന്. എത്രയും ഇൻസിഡൻസ് നിങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും റിലേറ്റ് ആവുന്നു. അപ്പോൾ ഉറപ്പായിട്ടും അപ്പോൾ ഈ സിനിമയിലെ ഒരു കണ്ടന്റ് അത്തരത്തിലൊരു സംഭവമാണ്. പൊതുവേ ആളുകൾക്കൊരു ധാരണയാണ് സീക്രട്ട് ഹോം എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഹൊറർ, എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്നു. സിനിമ കാണുമ്പോൾ നമുക്കറിയാം ഹൊറർ അല്ല, ബട്ട് ദർ ആർ സീക്രറ്റ്സ്. അത് പല രീതിയിലൊരു ബീങ് എ IT പ്രൊഫഷണൽ അത്തരം കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ ഒരു സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ച്വൽ സംഭവങ്ങളും ഇതിലുണ്ട്. ഇത് എന്താ പറയുക, സിനിമയിൽ അത്ര നിങ്ങൾ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അഥവാ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെരിഫറൽ ലെവലിലാണ്. പലതും നമുക്ക് കാണാം സിനിമയിൽ ഉപയോഗിക്കുമ്പോൾ. ഇത് കോടതികളുടെ സിനിമയിൽ കാണിക്കുന്ന പോലെ, റിയാലിറ്റി വേറെ പ്രേക്ഷകരെ കാണിക്കുന്ന വേറെ, ഇതുപോലെയാണ്. ഇത് സിനിമയിൽ ഉപയോഗിക്കുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ, അതായത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടായിരുന്നോ? അത് നമ്മളൊരു പറയുന്ന ഒരു കാര്യത്തിന്റെ ഏറ്റവും റോ ലെവൽ ആസ്പെക്റ്റും ഉണ്ട്, അതിനൊരു ഹൈ ലെവൽ ആസ്പെക്റ്റ് ഉണ്ട്. രണ്ടും സെയിം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പണ്ട് പേപ്പറിൽ എഴുതിയിരുന്നതിന് പകരം ഇപ്പൊ മൊബൈലിൽ എഴുതുന്ന പറയുന്ന പോലത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം പേപ്പറിൽ എഴുതി ഒരാൾക്ക് കൊടുക്കുന്നു പണ്ട്, ഇപ്പൊ നമ്മൾ മൊബൈലിൽ മെസ്സേജ് അയക്കുന്നു. രണ്ടും കൺവേ ചെയ്യുന്ന സെയിം ആണ്. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും. അതുകൂടാതെ സാധാരണ പ്രേക്ഷകന് മനസ്സിലാവുന്ന തരത്തിൽ അതിൻ്റെ വിഷ്വൽ മീഡിയ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ ട്രൈ ചെയ്തു. അതായത് ഫുള്ള് അവർക്ക് മനസ്സിലാവും എന്ന് വിചാരിച്ച് വിടാതെ അതിന് പറ്റുന്നൊരു വിഷ്വലി എങ്ങനെ കുറച്ചുകൂടി ബെറ്ററായിട്ട് കൺവേ ചെയ്യാം എന്നുള്ളൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്.
ഇപ്പോൾ അഭയൻ്റെ ആദ്യത്തെ സിനിമ എന്നുള്ള നിലയ്ക്ക് 2-3 ചാലഞ്ചസ് ആണ് ഞാൻ ആസ് എ പ്രേക്ഷകൻ എനിക്ക് തോന്നുന്നു. ഒന്ന് റിസ്കി ഷോട്ട്സ് കുറച്ചുണ്ട്. ഇപ്പോൾ കിണറും പരിപാടികളൊക്കെ ഉണ്ട്. അത് 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 ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, അത് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഐ മീൻ ആദ്യമായിട്ട് ചെയ്യുമ്പോഴുള്ളൊരു ത്രില്ലുണ്ട്. അതേസമയം ഏറ്റവും അത് എഫക്റ്റീവായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതിൻ്റെ കൂടെ ഒരു ചാലഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന്. 2, നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാർ കാസ്റ്റ് എന്നുള്ള നിലയ്ക്കല്ല, അതൊരു വലിയ എന്താ പറയുക, ഒരു വലിയ പരീക്ഷണമാണ്. ഒരു പുതിയ ആൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അഡ്വാൻറ്റേജും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് തിയേറ്റർ കിട്ടാനും ആളുകളിലേക്ക് എത്താനും ആളുകൾ ഇനീഷ്യേറ്റീവ് എടുത്ത് വന്ന് കാണാനും ഒക്കെയുള്ള ചാലഞ്ചസ് ഉണ്ട്. സോ ഓവറോൾ എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു ഇത്? നമുക്ക് വലിയ ഡയറക്ഷൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാന്ന് അറിയില്ല, നമ്മളങ്ങനെ ഭയങ്കര ടെൻഷനായിട്ടൊന്നല്ല സിനിമ ഷൂട്ട് ചെയ്തത്. നമുക്ക് നല്ലൊരു ടീം കൂടെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ മെയിനായിട്ട് പറയുന്നത് പിന്നെ അനിൽ കുര്യൻ്റെ റൈറ്റർ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ സിനിമ ചെയ്തത്. ഇപ്പോൾ ഡയറക്ടർ എന്ന ലെവലിൽ എൻ്റെ പേരുണ്ടെങ്കിലും റൈറ്റർ എന്ന പേരിൽ അനിലാണെങ്കിലും ഞാനും അനിലും കൂടിയാണ് ഇതിൻ്റെ ഫുൾ ക്രിയേറ്റീവ് ആസ്പെക്ട് ചെയ്തിട്ടുള്ളത്, ഡയറക്ഷനും റൈറ്റിംഗ്. ഫോർ എക്സാമ്പിൾ ഞാനിത് ലീഡ് ചെയ്യെങ്കിലും അനിലാണ് അനിലിനോട് തന്നെ സജസ്റ്റ് ചെയ്യും, ഓക്കെ ഈ ഷോട്ട് ഓക്കെ ആണോ, ഇതിലെ കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം. പിന്നെ ഒരു ഫൈനൽ ഡിസിഷൻ ഞാൻ എടുക്കാറുണ്ട്, അത് അനിൽ എന്നോട് തന്നെ എടുക്കാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനൊരു അതോടൊപ്പം അജയ് ഡേവിഡ് കാച്ചാപ്പള്ളി എന്ന് പറയുന്ന ഒരു നല്ലൊരു DOP ഇതിൽ വരുമ്പോൾ അദ്ദേഹം ഈ സിനിമയിൽ കൺവിൻസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ കഥ പറയുന്നു, ആള് കേട്ട വഴി പറയുന്നു, ഇത് ആള് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് പഴയ ചില നല്ല മാസ്റ്റേഴ്സിന്റെ സിനിമകളുടെ റെഫറൻസ് പറഞ്ഞു. അത് പറഞ്ഞിട്ടാണ് പറയുന്നത് അതുപോലത്തെ ഒരു സിനിമയാണ്, റിയലാണ് എന്ന് പറയുന്നു, ഇത് നമുക്ക് നന്നായി ചെയ്യാം. അദ്ദേഹം എക്സൈറ്റഡ് ആയി. വലിയ സിനിമകൾ ചെയ്യുന്ന ആളാണ്, പക്ഷെ നമ്മളുടെ ഈ സിനിമ ചെയ്യുമ്പോൾ ഇത് എക്സൈറ്റ്, സൗഹൃദം അതിൻ്റെ കൂടെ ഉണ്ട്, പക്ഷെ സൗഹൃദം മാത്രം വെച്ചിട്ട് വർക്കാവില്ല. അപ്പോൾ ആള് പറഞ്ഞു. പിന്നെ ആള് സിനിമയിൽ വരുമ്പോൾ ടെക്നിക്കലി അത് എത്ര നന്നായി ചെയ്യാം എന്നുള്ള കാര്യം അദ്ദേഹം ചെയ്തു. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് നമുക്കത് നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ പറയുന്നു, അതിനെ എത്ര ബെസ്റ്റ് എങ്ങനെയായി ചെയ്തു തരാമെന്ന് അദ്ദേഹം ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ശങ്കർ ശർമ്മയാണെങ്കിൽ നമ്മളുടെ കൂടെ നിന്ന് ഇതിന് പറ്റുന്ന മ്യൂസിക് എന്താണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്താണോ, നമ്മൾ പറയുന്ന കറക്ഷൻസോ സജഷൻസോ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ആള് പലപ്പോഴും ടു ബി വെരി ഫ്രാങ്ക്, ലൈക്ക് ആള് ചിലപ്പോൾ ചില കേസിൽ ഇത് കുറച്ച് ക്ലാസിക് അല്ലെങ്കിൽ സട്ടിലായിട്ടൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്തു. ഞങ്ങൾ പറഞ്ഞു അല്ല, ഇത് അങ്ങനെ പറ്റില്ല, ഇത് കുറച്ച് ലൗഡ് ആവണം. അപ്പോൾ പുള്ളിക്കും ഞങ്ങളത് കൺവേ ചെയ്തു, വൈ വി ആർ ആസ്കിങ് ഫോർ ദിസ് ലൗഡ് മ്യൂസിക്, അതിൻ്റെ റീസൺ എന്താണ് എന്ന് പുള്ളിയോട് കൺവേ ചെയ്തപ്പോൾ പുള്ളിക്ക് മനസ്സിലായി. പുള്ളി നല്ല അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു സ്കോറും മ്യൂസിക്കാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിന്ന് ടെക്നീഷ്യൻസ്, അതേപോലെ സൗണ്ട് ഡിസൈൻ ആയാലും ചാൾസ് ആണ് സൗണ്ട് ഡിസൈൻ, മിക്സ് ചെയ്ത് രാജകൃഷ്ണനാണ്, അവരൊക്കെ അവരുടെ ബെസ്റ്റ് ഇതിലേക്ക് തന്നിട്ടുണ്ട്. എഡിറ്റർ രാജേഷ് രാജേന്ദ്രൻ. അപ്പോൾ എല്ലാവരുടെ സൈഡിൽ നിന്നുള്ള ആ ഒരു നല്ല സപ്പോർട്ട്. പിന്നെ നമ്മുടെ ചീഫ് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു പ്രശാന്ത് ഉണ്ട്, അതുപോലെ സുഹാസ്, അങ്ങനെ പിന്നെ നമ്മുടെ ടീം അത്രയും നല്ല ടീമാണ്. അവർ നമ്മളോട് കൃത്യമായി കൺവേ ചെയ്യും, ഇത് കുറച്ചുകൂടി ഇങ്ങനെയാക്കാം. ഒരു ടീം വർക്കാണല്ലോ. അപ്പോൾ എനിക്കത് ലീഡ് ചെയ്യേണ്ട വന്നു. ചില ഫൈനൽ ഡിസിഷൻസ്, പിന്നെ എന്ത് വേണം എന്നുള്ള കാര്യത്തിൽ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അത് കൺവേ ചെയ്യാൻ പാകത്തിന് റെഡിയാക്കി തരിക എന്നുള്ളത് ടെക്നിക്കൽ ടീമിനെ വെച്ച് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തത്. ഇപ്പോൾ ഒരു ഫിലിം ചെയ്യാന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. ഒരു പക്ഷേ ഒരു ഷോർട്ട് ഫിലിമും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലതായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോസസ്സിലേക്ക് വരാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിൽ ത്രില്ലിംഗ് ആയിട്ട് തോന്നിയ ഏരിയാസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഇതിൽ ഇത്രയും എല്ലാം കൂടി ഒരുമിച്ച്, ഇപ്പോൾ നല്ല ടീമുണ്ടെങ്കിലും ഇതൊക്കെ കൂടി കോർഡിനേറ്റ് ചെയ്ത് ഒന്നിച്ച് വരണം, നമ്മുടെ കൺസീവ് ചെയ്ത പോലെ വരണം. അപ്പോൾ അതിൽ ഏറ്റവും ത്രില്ലിംഗ് തോന്നിയത് എന്താണ്? ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ചലഞ്ച് തോന്നിയ ഏരിയ, ക്രൈം സീൻ ഷൂട്ട് ചെയ്യുന്ന ഏരിയയിൽ കുട്ടിയെ വെച്ചിട്ടും ഒക്കെ ഇത് ചെയ്യുന്നത് ഭയങ്കര ചലഞ്ചായിരുന്നു. ഇത് പറയുന്ന സമയത്ത് നമുക്ക് ഒരു വീടിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്തെടുക്കാനുള്ള ചലഞ്ച്, അത് എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചലഞ്ചാണ് ആദ്യം ഉണ്ടായിരുന്നത്. അത് സോൾവ് ആയപ്പോൾ തന്നെ നമുക്ക് പിന്നെ ഇതിനൊക്കെ നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. ഇത്ര ദിവസമാണ് ഈ വീടുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു ഫ്രീഡം ഇല്ല. ഒരുപാട് ബഡ്ജറ്റുള്ള സിനിമകൾക്കുള്ള ഫ്രീഡം ഒന്നും ഇല്ല നമുക്ക്. ഈ സമയത്ത് 2 ദിവസം കൊണ്ട് ഈ വീടിലെ ഷൂട്ട് തീർത്ത് മാറണം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ആ തരത്തിൽ അതിനെ പ്ലാൻ ചെയ്ത് ചെയ്യണം. അപ്പം അതെല്ലാം സമയത്ത് തീർത്ത് പോകുന്നതിൽ ഞാൻ എൻ്റെ ജോലിയിൽ ചെയ്തിരുന്ന ഒരു പ്രോജക്ട് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ IT, എനിക്ക് സ്വാഭാവികമായിട്ടും ഈ സിനിമയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നമ്മളത് ട്രൈ ചെയ്ത് കൃത്യം സമയബന്ധിതമായി തന്നെ പല കാര്യങ്ങളും തീർത്ത് പോവുകയായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയ ഭാഗം എന്തായിരുന്നു വെച്ചാൽ, ഇതിലൊരു ക്ലൈമാക്സ് സീക്വൻസ് എങ്ങനെ വരുന്നു എന്നുള്ളത് അത് എപ്പോഴും എന്നെ എക്സൈറ്റ് ചെയ്തിരുന്ന ഒരു ഘടകമാണ്. അത് എനിക്ക് ഈ സിനിമയിൽ എത്ര തവണ ഞാൻ സിനിമയിൽ തന്നെ ഒരു 10 പ്രാവശ്യം കണ്ടു കാണും. സ്റ്റിൽ ഐ ലവ് ദാറ്റ് സീൻ. അതിൽ ചില സീനുകൾ ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഇതെങ്ങനെ വരുന്നു എന്ന് കാണാം. അതാണ് അതിൽ. പിന്നെ എഡിറ്റ് ആസ്പെക്ട്സിൽ ഇപ്പോൾ നമുക്ക് വരുമ്പോൾ ചില സീൻസ് നമ്മൾ വിചാരിച്ചതിൽ മുകളിൽ ലെവലിൽ കൊണ്ടുപോകാൻ എഡിറ്റർക്ക് പറ്റും. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ ഡോൺ മാക്സ് എന്ന് പറയുന്ന ഒരു എക്സ്പെർട്ട് എഡിറ്ററുടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്.
ട്രെയിലർ കട്ട് ചെയ്യാനാണെങ്കിലും ഈ സിനിമയുടെ ചില സീക്വൻസ് കട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമയ്ക്ക് ഭയങ്കരമായി ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പം റെക്കിയിലെ കുറച്ച് അത് കഴിയുമ്പോൾ നമുക്കൊരു ലൊക്കേഷൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചില മാറ്റങ്ങൾ അങ്ങനെ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുത്തേണ്ടി വന്നിട്ടുണ്ടോ? സ്ക്രിപ്റ്റിൽ ഞങ്ങൾക്ക് അത് ഇതാ പറഞ്ഞത്, നമ്മൾ ചില സിനിമകൾ സംഭവിക്കുന്നത് ചിലപ്പോൾ വളരെ സ്വാഭാവികമായിട്ട് പല കാര്യങ്ങളും അതിലേക്ക് എത്തിച്ചേരും. അത് ആ സിനിമയെ ഡിസർവ് ചെയ്യുന്നുണ്ടാണ്. നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ട ഒരു വീടിന് വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സിൽ കൃത്യമായ ഒരു സ്പെസിഫിക്കേഷൻസ് ഉള്ള വീടുണ്ട്. ഇതിനു വേണ്ടി ഒരു 2 മാസക്കാലം കോട്ടയം പരിസര പ്രദേശങ്ങളിൽ മുഴുവൻ നടന്നിട്ടുണ്ട്. ഇത് അനിൽ, നമ്മുടെ റൈറ്റർ, അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. കാരണം ആൾക്ക് ആ പ്രമേശമായിട്ട് ആ പ്രദേശമായിട്ട് കൂടുതൽ അടുപ്പുള്ള ആളാണ്. ആള് തിരുവല്ല ആണ്. അപ്പോൾ ആള് ആണ് പല ഘട്ടങ്ങളിലും പോയിട്ടും നമ്മൾ കുറേ വീട് കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ കാണുന്ന വീടുകൾ കയറി ചെന്ന് ചോദിക്കുകയാണ് ഇത് ഷൂട്ട് ചെയ്യാൻ തരുമെന്ന്. പലരും തരില്ല. ഷൂട്ട് ചെയ്യാൻ പല സ്ഥലങ്ങളിൽ നടന്ന് കിട്ടാണ്ട് ഷൂട്ടിംഗ് ഡേറ്റിന് 2 ദിവസം മുമ്പ് സിനിമയ്ക്ക് എന്ത് വീടാണോ വേണ്ടത് എക്സാക്ട്ലി അതുപോലത്തെ ഒരു വീടാണ് നമുക്ക് കിട്ടുമായിരുന്നു. അതാണ് ഞാൻ സാർ, അതും അയാൾ കൊടുക്കാൻ തയ്യാറില്ലാത്ത ആള്. അയാളെ കൺവിൻസ് ചെയ്തെടുത്തു. നമ്മുടെ പ്രൊഡക്ഷൻ ടീമിൽ നിന്നുള്ള നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അടക്കമുള്ളവർ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് സിനിമ എന്തുകൊണ്ട് ഈ വീട് ഞങ്ങൾക്ക് വേണം, അത് പൂട്ടിക്കിടക്കുമായിരുന്നു. പക്ഷെ അയാൾ തരാൻ തയ്യാറില്ല. പക്ഷെ നമ്മൾ ഈ സിനിമയിൽ ഇത്ര അധികം, അപ്പൊ ആളുടെ മനസ്സിന് നന്മ എന്താ വെച്ചാൽ ഇത്രയും പേർക്ക് ജോലി കിട്ടുന്ന കാര്യമാണ് ഈ സിനിമയുടെ. അപ്പൊ ഞാൻ കാരണം അത് ബുദ്ധിമുട്ട് മുടങ്ങരുത് എന്നുകൂടി അയാൾ ആഗ്രഹം. അതായത് സിനിമയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ആലോചിക്കണം, അവരുടെയൊക്കെ മനസ്സ്. അത്രയും കാര്യത്തിൽ നമുക്ക് കൃത്യം അത് വേണ്ട ഒരു സംഭവം വന്നു ചേരുന്നു. ഇൻട്രസ്റ്റിംഗ്. ഇപ്പം നേരത്തെ ഞാൻ ചോദിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു കുൽസിതൻ, സുധി കോപ്പയും ഒക്കെയാണ് അതിൽ ആക്ട് ചെയ്തത്. ഇപ്പോൾ ഇതിലുണ്ട് കുറച്ച് കുൽസിതന്മാരൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ആ ഷോർട്ട് ഫിലിമിൻ്റെ പ്രോസസ്സൊക്കെ തന്നെയാണോ ഒരു ഫീച്ചർ ഫിലിം ചെയ്യുമ്പോഴും ഉള്ളത്? ഒരിക്കലുമല്ല. ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തത് എൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ ഭാര്യയും കുട്ടികളെയും വേറൊരു ലോഡ്ജിലേക്ക്, ഒരു ഹോട്ടലിലേക്ക് മാറ്റി ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. ആ ഷൂട്ട് കാലത്ത് തുടങ്ങി രാത്രി 12 മണി വരെ ഷൂട്ട് ചെയ്ത് തീർത്തു. അത് നമുക്ക് കൃത്യ ഐഡിയ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഫ്ലാറ്റ് ആയതുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു എവിടെയാണ് എങ്ങനെ വേണം. നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു, അതങ്ങ് എക്സിക്യൂട്ട് ചെയ്തു. അപ്പം അതിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ, നമുക്ക് അങ്ങനത്തെ അത് ചെയ്യേണ്ട ചലഞ്ച് ഒരു ദിവസത്തെ പരിപാടിയുള്ളൂ. പിന്നെ അതിൻ്റെ എഡിറ്റിങ്, മ്യൂസിക്കും സംഭവങ്ങളൊക്കെ, അതിൻ്റെ മ്യൂസിക് ചെയ്തത് ശങ്കർ ശർമ്മയാണ് അന്ന്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് ആഗ്രഹം. പക്ഷേ ഈ സിനിമയുടെ പ്രോസസ്സ് വരുമ്പോൾ അത് വലിയ പ്രോസസ്സാണ്. അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് കൺസീവ് ചെയ്യുന്ന തുടങ്ങി സ്ക്രീനിൽ വരുന്നത് ഇപ്പോഴും തീർന്നിട്ടില്ല ചലഞ്ച്. ഇത് സ്ക്രീനിൽ കാണിച്ച് അത് ഓഡിയൻസിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ സിനിമ പൂർത്തിയായി എന്ന് പറയാൻ പറ്റും. അതുവരെ ആ സിനിമ പൂർത്തിയായി ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഷോർട്ട് ഫിലിമിൻ്റെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലാണ് നമ്മുടെ കാര്യം. ഇത് പക്ഷേ ഇതിൻ്റെ പല പല മേഖലകളിലൂടെ നമുക്ക് പോകണം. ആ മേഖലകളിലെ ചലഞ്ചസ് ഫേസ് ചെയ്യണം, പ്രോസസ്സ് നമ്മൾ ഫേസ് ചെയ്യണം. അപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ക്രിയേറ്റീവ് പ്രോസസ്സിലേക്ക് വരികയാണെങ്കിലോ? ക്രിയേറ്റീവ് പ്രോസസ്സിൽ നമ്മൾ കുഴപ്പമില്ല. അത് ചെറുതാകുമ്പോൾ നമുക്ക് കുറച്ച് അതിൻ്റെ കാര്യങ്ങൾ എഴുതിയാൽ മതി, കുറച്ച് ഷോർട്സ് മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ സ്ക്രീൻസ് പോകണം, അതിൻ്റെ ദിവസങ്ങൾ പോകണം, അത്രേ ഉള്ളൂ. ക്രിയേറ്റീവ് പ്രോസസ്സ് അതിൻ്റെ ഹയർ വേർഷൻസും ഹയർ ഇൻക്രിമെൻ്റൽ സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഷോർട്സ് ഇങ്ങനെ വരയ്ക്കോ, അങ്ങനെ സ്റ്റോറി ബോർഡ് പോലെ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റോറി ബോർഡ് അങ്ങനത്തെ ലെവലിലെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ സീൻസ് കൺസീവ് സീൻസ് ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ട് അതിന് ഡീറ്റെയിൽ നരേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളത് എന്ത് വിഷ്വലാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യത്തെ ലെവലിൽ ലൊക്കേഷനിൽ പോയി ഞാനും അസോസിയേറ്റ്സും അസിസ്റ്റൻസും പോയി നമ്മളതിനെ ഓക്കെ ഇതെങ്ങനെയൊക്കെ ഏതൊക്കെ പൊസിഷനിൽ നിന്ന് എന്തൊക്കെ സീൻസ് വേണം എന്നൊരു തീരുമാനം എടുത്തു. ഓക്കെ, ഷൂട്ട് ചെയ്യുന്ന സീന് എത്ര കട്ട്സ് വേണം. അതിനുശേഷം അത് DOP ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇത് ബെറ്റർ ആയിരിക്കും സജഷൻ ഉണ്ട്. അതും ഡിസ്കസ് ചെയ്ത് നമുക്ക് വേണ്ട കാര്യം എന്താ ചിലപ്പോൾ നമ്മൾ പറയണ വരും, ഒരു ഡയറക്ടർ തന്നെ പറയേണ്ടി വരും എനിക്ക് ഈ തരത്തിലുള്ളതാണ് വേണ്ടത് എന്നാലേ ഇത് കൺവേ ആവുള്ളൂ. അപ്പോൾ അവരെ കൺവിൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരതിന് കൺവേ ചെയ്ത് കഴിയുമ്പോൾ അവർ കൺവിൻസ്ഡ് ആയ സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സിലാണ് ത്രൂ ഔട്ട് ഇതെല്ലാം ചെയ്തത്. മുൻകാലത്തെ സിനിമകളിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുള്ള സിനിമകളിൽ ഒരു കൈൻഡ് ഓഫ് നരേഷൻ, അതിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇപ്പോഴത്തെ പോലെ ഒരു മൾട്ടി ആംഗിൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് വിഷ്വലി വരുമ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടാവുമോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അല്ല, ഉറപ്പായിട്ട് നമുക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നുണ്ട്. എങ്ങനെ ഇതിന് കൺഫ്യൂഷൻ ഇല്ലാതെ റെപ്രസെന്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാം ഓഡിയൻസിന് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിരുന്നു. അത് ഞങ്ങൾ മുന്നേ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് ആ രീതിയിൽ പ്രസന്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ കാണുന്ന പ്രേക്ഷകന് അതിൽ വലിയ കൺഫ്യൂഷൻസ് വരും. പക്ഷെ ഞങ്ങൾ സ്പൂൺ ഫീഡിങ് ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട്.
ചില ആളുകൾ പറയുന്നത് കുറച്ചൊക്കെ സ്പൂൺ ഫീഡിങ് ആവാം, പക്ഷെ ഈ സിനിമ അത്രയും ഭയങ്കര സ്പൂൺ ഫീഡിങ് ഡിസർവ് ചെയ്യുന്ന സിനിമയല്ല. ഞാൻ പറഞ്ഞ പോലെ എല്ലാ തരം ഓഡിയൻസും ഫാമിലി ഓഡിയൻസ് എല്ലാവരും തിങ്ങി നിറഞ്ഞിരുന്ന് ഓടി വന്നിരുന്ന് കാണുന്ന സിനിമയാണെന്ന് വിചാരിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് സിനിഫൈൽസ് അങ്ങനത്തെ ആളുകൾക്കായിരിക്കും ഇത് കുറച്ച് കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത് തോന്നും. അപ്പം കുറച്ച് സ്പൂൺ ഫീഡിങ് കുറച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പക്ഷേ വേണ്ടി ഒരു സെക്കൻഡ് വാച്ചിലോ അല്ലെങ്കിൽ ഈ സിനിമ കണ്ടതിന് ശേഷം പോയി ആലോചിച്ചാലോ ഇതിൻ്റെ പല ഡയമെൻഷൻസ്, പല സാധ്യതകൾ, ഇതിൻ്റെ ലിങ്ക്സ് ഇതെല്ലാം തോന്നാം. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു സിനിമ കണ്ടിറങ്ങിപ്പോയോടുകൂടി പരിപാടി തീർന്നു എന്ന് പറയുന്നതിനേക്കാൾ ആ സിനിമ നമ്മളെ കുറച്ചെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുകയോ ഹോണ്ട് ചെയ്യുകയോ തുടർന്ന് അതിൻ്റെ ചില കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സക്സസ്. കറക്റ്റ്. ഇതില് കാസ്റ്റിന്റെ കാര്യം ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരും സിനിമ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആക്ടേഴ്സിനെ ആക്ട്രസസിനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ആലോചിക്കും. പക്ഷേ അഭയന് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വെദർ ദീസ് വർ ദ പീപ്പിൾ ഹൂം യു ഐഡന്റിഫൈഡ് ഇനിഷ്യലി. അങ്ങനെ ആയിരുന്നോ, ഇവരെ ആയിരുന്നോ ഐഡന്റിഫൈ ചെയ്തത്? പക്ഷെ ഞാനിങ്ങനെ കണ്ടതെല്ലാം സത്യമായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ആളാണ്, ഇങ്ങനെയൊന്നും ചെയ്യില്ല. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണ തുടങ്ങാൻ പോകുന്ന ഒരു കേസായത്. എത്ര ശ്രമിച്ചാലും ഒരിക്കലും സത്യം പുറത്തു വരാൻ പോകുന്നില്ല. അതായത് ആക്ച്വലി സിനിമ നമ്മൾ കൺസീവ് ചെയ്യുമ്പോൾ തന്നെ ഇതിനൊരു ബഡ്ജറ്റ് നമ്മൾ കൃത്യമായി ഫിക്സ് ചെയ്തിട്ടാണ് സിനിമ ചെയ്തത്. ആ ഫിക്സ് ചെയ്ത ബഡ്ജറ്റിനുള്ളിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആരാണ്, പിന്നെ ആ അവൈലബിലിറ്റി ഇൻ ദ സെൻസ് വലിപ്പ ചെറുപ്പത്തിനേക്കാൾ ഉപരി പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇത് പെർഫോം ചെയ്യാൻ കഴിയുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ 4 പേരെയും മെയിൻ 4 പേരെയും കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല ഇവരിത് ചെയ്യുമോ. കാരണം ഇതിനൊരു ഗ്രേ ഷെയ്ഡ് ഉള്ള പലപ്പോഴും ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം ഒരു മടിയും കൂടാതെയാണ് ഈ 4 പേരും ഈ ക്യാരക്ടേഴ്സ് ചെയ്യാൻ തയ്യാറായി വന്നത്. അവർക്ക് ഈ സിനിമയിൽ ഈ കണ്ടന്റിലുള്ള വിശ്വാസം, നമ്മളിലുള്ള വിശ്വാസം, അതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് പറയുമ്പോൾ മാലാപാർവതിയും എക്സാക്ട്ലി മാലാപാർവതി ചേച്ചിയുടെ അടുത്ത് നമ്മൾ കഥ പറയുന്നു. അപ്പം നമുക്ക് ഭയങ്കര ഇതെല്ലാം എല്ലാ ആർട്ടിസ്റ്റുകളോടും നമ്മൾ പറയുന്ന സിനിമയുടെ കഥ പറയുമ്പോൾ തന്നെ ഈ സിനിമ ഇങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡാണ്. അത് തന്നെ നമ്മൾ പറയുന്നു, ഇതിങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡാണ് ഇതിൻ്റെ സംഭവം. നമ്മൾ വളരെ നന്മയും പോസിറ്റീവും ഒന്നല്ല. അത്ര സിനിമ നമ്മൾ കുറേ എടുത്തു കഴിഞ്ഞു. ഇത് അതിൽ നിന്നൊക്കെ മാറിയ സിനിമയാണ്. അപ്പോൾ അവർക്ക് ഒരു ക്യൂരിയോസിറ്റി, അതെന്താ ഈ സംഭവം കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഥ പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ആ സിനിമയുടെ മെറിറ്റിനെയാണ്, ആ കഥയുടെ റിയൽ സംഭവത്തെയാണ് അവർ അക്സെപ്റ്റ് ചെയ്തത്. അതുപോലെ സിനിമ ഇപ്പം മാലാപാർവതി ഓഫ് കോഴ്സ്, പിന്നെ അപ്പുണ്ണി ശശി, ഒരു മുൻപത്തെ ജനറേഷൻ്റെയും ഇൻപുട്സ് ഉണ്ട്, പുതിയ കാലഘട്ടത്തിൻ്റെയും അവയർനെസ് ഉണ്ട്. ഇപ്പോൾ പുഴു പോലെയുള്ള സിനിമയിൽ അപ്പുണ്ണി ശശി ആക്ട് ചെയ്തു. ഇപ്പോൾ മാലാപാർവതി ആണെങ്കിൽ ഏറ്റവും കണ്ടംപററി ആയിട്ട് നിൽക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അവർ ഈ കഥയും ഈ കോൺസെപ്റ്റ് ഒക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻപുട്സ്? അല്ല, അവർ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് അവർ പറഞ്ഞത്. അവർക്ക് വളരെ സർപ്രൈസ്, അത് ഞങ്ങളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് സീനിയർ ആയിട്ടുള്ള പല ആളുകളും നിങ്ങളീ പറയുന്നത് പേടിക്കൊന്നും വേണ്ട, അത് ഭയങ്കര ഒരു പുതിയ സംഭവമാണെന്ന് വിചാരിക്കണ്ട, ഇതുപോലത്തെ സംഭവമാണ് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇൻഷുറൻസ് പറയുകയും ഇത് ഇങ്ങനെയൊന്നല്ല ഇതിലും ഈ തരത്തിലാവാം എന്ന രീതിയിൽ പോലും ഞങ്ങളോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അപ്പം നമ്മൾ ഇത് നമുക്ക് കുറച്ച് കൂടിപ്പോയോ എന്നൊക്കെ തോന്നുന്ന അവസ്ഥയിൽ ഇതൊന്നും കൂടിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവർ പറയുമ്പോഴാണ്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ നമ്മളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് വരുന്ന ഒരാളെ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ ഗവനിക്കില്ല, ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കാം, ചിലപ്പോൾ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. നേരെ തിരിച്ചുള്ള അവസ്ഥകളും ഉണ്ടാവും. നമുക്കൊരു അവസരത്തിൽ അവരെ അത്തരം സിറ്റുവേഷൻസ് സിനിമയിലും ഉണ്ട്. നമ്മളെല്ലാ തലങ്ങളും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് ഓൾ ലൈഫ് സൈക്കിൾ നമ്മൾ പറയുന്നില്ലേ, നമ്മൾ ചെയ്യുന്ന എവറി ആക്ഷൻ ആസ് എ റിയാക്ഷൻ, ആ ഒരു സാധനം ഉണ്ടല്ലോ. നമ്മൾ ഇവിടെ നിന്ന് ഒരു പോസിറ്റീവ് കാര്യം വിട്ട് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും വേറെ തരത്തിൽ ടച്ച് തിരിച്ച് നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് വരുമല്ലോ. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ കഥയിലും നമ്മൾ നോക്കുമ്പോൾ ഓരോ ഘട്ടത്തിലുമുള്ള ആളുകളുടെ പെരുമാറ്റങ്ങൾ വേറെ സമയത്ത് അവർക്ക് മറ്റൊരു തരത്തിൽ അവരെ ഇമ്പാക്ട് ചെയ്യുന്ന തരത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രമിച്ചിട്ടുള്ള കാര്യം ആളുകളെ റിയലാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആരെയും അത് നമുക്ക് മെയിൻ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മളിത് ഇത് ചെയ്യുന്ന മിക്സ് ചെയ്യുന്ന സമയത്ത് രാധാകൃഷ്ണൻ, എത്രയോ വലിയ സിനിമകളുടെ മിക്സ് ചെയ്തിട്ടുള്ള ആളാണ് രാധാകൃഷ്ണൻ. അദ്ദേഹം ഈ സിനിമ കണ്ടിട്ട് ചോദിച്ചു, ഇത് ക്യാരക്ടേഴ്സിന് എന്താണ് ഇങ്ങനെ ഒരു ഗ്രേ നിങ്ങളങ്ങ് പൂർണ്ണമായിട്ട് കൊടുത്തത്? അത്
സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടിട്ടുള്ള എന്താ നായകന്മാരെ നമ്മൾ എങ്ങനെയെങ്കിലും അവസാനം വെള്ളം പൂശും, എവിടെയെങ്കിലും ഒരു നന്മ കൊടുത്ത് അവസാനിപ്പിക്കണമല്ലോ. അവർ ആ ഗ്രേ ഷെയ്ഡിൽ നിർത്തില്ലല്ലോ. അപ്പോൾ എന്താണ് നിങ്ങൾ, അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എപ്പോഴും ആളുകളൊക്കെ അങ്ങനെയാണോ? അപ്പോൾ പുള്ളി പെട്ടെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു റിയൽ ആക്കിയല്ലേ. അതെ, അതാണ് അതിൻ്റെ ആൻസർ. നമ്മൾ റിയൽ ആക്കുകയാണ് ചെയ്തത്. നമ്മളൊട്ടും അവരെ ഫാബ്രിക്കേറ്റ് ചെയ്ത് വേറെ ഇല്ലാത്ത നന്മ കൊടുക്കാനോ, എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ, നമ്മൾ പ്രകടിപ്പിക്കാത്ത ഗ്രേ ഷെയ്ഡ് ഉണ്ടല്ലോ. നമ്മൾ എത്ര ദുഷ്ടചിന്ത എന്നാണ് പറയാൻ പറ്റില്ല, നമ്മുടെ മനസ്സിൽ പുറത്ത് കാണിക്കുന്നതല്ലാത്ത വേറൊരു സൈഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മൂടി വെച്ചിരിക്കുക. അത് ഉണ്ടെന്ന് പറയാനും നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ അതൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ആ രീതിയിൽ തന്നെ റിയലായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. ഈ റിയലിൻ്റെ കാര്യം പറയുമ്പോഴേ ഈ ആളുകളുടെ പ്രതികരണം എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ വളരെ കറക്റ്റ്, അത് നമ്മളിപ്പോൾ ഒരു മീഡിയ ചാനലിൽ പോയിട്ട് ചോദിക്കുമ്പോൾ ആളുകൾ പ്രതികരിക്കുന്ന രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഇതെങ്ങനെ അവരുടെ അടുത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റി? അത് നമ്മുടെ അസിസ്റ്റൻസിൻ്റെ കഴിവാണ്. അവർ പോയിട്ട് ഒരു സംഭവം നടന്നു, നിങ്ങളെങ്ങനെ ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നോ, ഇതെന്ത് സംഭവിക്കുന്നത്? അപ്പോൾ അവർ കുറേ പേരെടുത്ത് നടത്തുമ്പോൾ അത് ആളുകൾ ജെന്യൂനായിട്ട് റിയാക്ട് ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണെന്നൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായ 1-2 പേര് കാണുമായിരിക്കും, പക്ഷെ അല്ലാത്ത രീതിയിൽ ഒരു റിയൽ ഇൻസിഡൻറ്റിനോടാണ് പ്രതികരിച്ചത്. അതുകൊണ്ടാണ് അത്ര ഇന്നസെൻറ്റ് അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള നമുക്ക് ഫീഡ്ബാക്സ് റെസ്പോൺസ് കിട്ടിയത്. നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ സിനിമയിൽ അതിനെ വേറെ വലിയ ഗ്ലോറിഫിക്കേഷൻ പരിപാടികൾ, സിനിമാറ്റിക് പരിപാടികൾ ചെയ്യാതെ ആ റോ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. അതിന് തീരുമാനം പോലും നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ആയിരുന്നു. റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഒരു റോ വെർഷൻ നമ്മൾ നമ്മുടെ ആർട്ടിസ്റ്റുകളെ കാണിച്ചു. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നും ചെയ്യാതെ റോ ആയിട്ടിട്ടിരിക്കുകയായിരുന്നു ഈ റെസ്പോൺസ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിങ്ങനെ മാറും, ഇതിനിങ്ങനെ നമ്മൾ CG ഒക്കെ ചെയ്തു വരും. എൻ്റെ അടുത്ത് ഇവരെല്ലാവരും ഒരുപോലെ ചേട്ടാ ഒരിക്കലും അത് ചെയ്യല്ലേ, ഇത് എത്ര ജെന്യൂനാണ്, ഭയങ്കര ഇന്നസെൻ്റ് ആൻഡ് വളരെ റിയൽ ആയിട്ടുള്ള സാധനം, ഇത് ഇതുപോലെ നിർത്തും എന്ന് പറഞ്ഞതിലാണ് ഞങ്ങളത് ചെയ്തത്. ഇനിയുള്ള തിരക്കഥാ സംവിധാനം രീതികൾ എങ്ങനെയാണ്? നിങ്ങളുടെ രണ്ടുപേരിലും നിക്ഷിപ്തമാണോ? അല്ല, നമ്മൾ ആക്ച്വലി ഞാൻ കണ്ടിന്യൂസ് ഡയറക്ഷൻ എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലില്ലായിരുന്നു. അത് ഇഷ്ടമായിരുന്നു, ഡയറക്റ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് ചെയ്തതാണ്. പക്ഷെ അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ ഫുള്ളി ഹെൽഡപ്പ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് പ്രോസസ്സാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഈസ് വെരി ഹ്യൂജ്. ലൈക്ക് എന്താ, നമ്മൾ ഫുൾ ടൈം അവൈലബിൾ ആണ്, എല്ലാവരുടെ ആൻസറുകളാണ്, അക്കൗണ്ടബിൾ ആണ്. അപ്പോൾ ഭയങ്കര, ഞാൻ പൊതുവെ അങ്ങനെ ഫുള്ളി ലോക്കാവാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പൊതുവെ എന്താ പറയുക, കുറേ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ ഇനി സംഭവിക്കുമായിരിക്കും, പക്ഷേ റൈറ്റിംഗ് ആണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞാനെങ്കിലും നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഡിസ്കസ് ചെയ്തിരിക്കുന്ന കഥകളും തിരക്കഥകളും ഒക്കെ ഉണ്ട്. അത് ഇനി സിനിമയാക്കാനുള്ള ശ്രമങ്ങൾ തുടരും. അത് പാരലി നടക്കുന്നുണ്ട് പലതും, അതിൻ്റെ കൂടെ ഇനിയും തുടരും. നല്ല സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വിജയമാണോ പരാജയമാണോ എന്ന് പേടിച്ചിട്ടിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്കിഷ്ടമുള്ള സിനിമകൾ, നമുക്ക് സ്ക്രീനിൽ കാണാൻ ഇഷ്ടമുള്ള സിനിമകൾ, അത് പ്രേക്ഷകനും ഇഷ്ടപ്പെടുന്നു നമുക്ക് തോന്നുന്ന സിനിമ, അല്ലാതെ നമ്മുടെ ഭാഗത്ത് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രേക്ഷകനും ഇഷ്ടപ്പെടും, നമുക്കും അത് ചെയ്ത് കാണാൻ ഇഷ്ടമാണെന്ന് തോന്നുന്ന സിനിമകൾ ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ്, തുടരാൻ ശ്രമിക്കുകയാണ്. നിയർലി ഒരു 15 years പുറകോട്ട് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭയകുമാർ, ഓക്കെ 15 കുറച്ചുകൂടി മുമ്പായിരിക്കും ബ്ലോഗൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നെ സ്ക്രിപ്റ്റിൽ പങ്കാളിയായിട്ടുള്ളത് ഒരു 10-15 വർഷമൊക്കെ ആയിരുന്നു. അപ്പം അന്ന് ഈ ആലോചന, അതായത് ഇവിടെയൊക്കെയാണ് പോകുന്നത്, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ? എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാനിത് ആക്ച്വലി എഴുതി തുടങ്ങുന്നത് എനിക്ക് സീരിയൽസ് കാണുമ്പോൾ ഈ സീരിയൽസൊക്കെ ബെറ്റർ ആക്കാമല്ലോ, ഇതിങ്ങനെയല്ല, ഇതിൻ്റെ ക്വാളിറ്റി എന്തൊരു പണ്ടത്തെ കേട്ടോ, എനിക്കറിയില്ല, ഇപ്പോൾ സീരിയൽസ് ഞാൻ കാണാറില്ലെന്ന് എനിക്കറിയില്ല. നമ്മൾ അന്ന് ആ സീരിയൽ കാണുമ്പോൾ ഇതെന്തൊരു ഭയങ്കര ക്രിഞ്ചാണ്, അല്ലെങ്കിൽ ഇതിനൊക്കെ നന്നാക്കി ചെയ്യാമല്ലോ എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സീരിയൽ ആലോചിച്ച് ബെറ്റർ സീൻ, അങ്ങനെ ആലോചന ഉണ്ടായിരുന്നുള്ളൂ. സിനിമയിൽ റൈറ്റർ ആവണമെന്നുള്ള ആഗ്രഹത്തിലോ അങ്ങനെയൊന്നും ആലോചിച്ചു. പക്ഷെ എഴുതാനൊക്കെ ഇഷ്ടമായിരുന്നു, എനിക്കറിയാം. പിന്നെയാണ് ബ്ലോഗ് വന്നപ്പോഴാണ്, അത് എഴുതി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് എഴുതുമ്പോൾ എനിക്ക് സ്വതസിദ്ധമായ എൻ്റെ കുറച്ച് സംഭവങ്ങൾ അതിൽ വരുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊരു തോന്നൽ വന്നു. അപ്പോൾ ബ്ലോഗ് കുറച്ചാൾ എഴുതിയതിൻ്റെ കോൺഫിഡൻസ്, പിന്നെ സ്വാഭാവികമായിട്ട് ആദ്യത്തെ സിനിമ രഞ്ജിത് ശങ്കറിൻ്റെ പാസഞ്ചർ എന്ന സിനിമയുടെ കൂടെ അതിൻ്റെ കഥയിൽ ഡിസ്കഷനിൽ ഭാഗമായപ്പോഴാണ് കോൺഫിഡൻസ് വരികയും പിന്നെ തുടർന്ന് കഥകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ കഥകൾ ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. അത് ഒരു എളുപ്പമുള്ള കാര്യമല്ലല്ലോ, ഒരു സിനിമ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് ടാലൻറ്റ് മാത്രം പോരാത്തൊരു കാര്യമാണ്, കുറേ കാര്യങ്ങൾ ശരിയായി വരുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ നമ്മൾ അത് വേണമെന്ന് തീരുമാനിച്ചിറങ്ങിയാൽ സാധിക്കുന്ന കാര്യവുമാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ അതിന് വേണം, അത്ര ആഗ്രഹിച്ചതിന് വേണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും.
അപ്പം ആ രീതിയിൽ ഇതിലേക്ക് എത്തി എന്നുള്ളൊരു കാര്യമുണ്ട്. ആളുകൾക്ക് അറിയുന്ന ഒരു ആളുകളുണ്ടാവും. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുണ്യാള നഗർ വ്യത്യസ്തമാണ് ഇന്ത്യയുടെ സ്ക്രിപ്റ്റിലും. പിന്നെ പ്രിയനോട്ടത്തിൽ പിന്നെ നമ്മൾ പ്രിയനോട്ടത്തിലാണ് സിനിമ ഞാനും അനിലും ഞങ്ങൾ മാത്രമായിട്ട് ഞങ്ങളുടെ ചതുർമുഖമാണ് ആക്ച്വലി. ചതുർമുഖം ആദ്യം ചെയ്തു. അതിൻ്റെ ഡയറക്ടേഴ്സും നമ്മുടെ സുഹൃത്തുക്കളായിരുന്നു. അവർ പുണ്യാളിലെ അസിസ്റ്റൻസ് ആയിരുന്നു. പിന്നീടാണ് പ്രിയനോട്ടത്തിലാണ് വരുന്നത്. കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റലിൽ ചെയ്തു. പിന്നെ ഇതിലേക്ക് എത്തുകയാണ്. ഒരു ട്രെൻഡ് നല്ല രസമുള്ള ഒരു യാത്രയാണ്. അപ്പോൾ എല്ലാ ഭാവങ്ങളും സീക്രട്ട് ഹോം സീക്രട്സിയൊക്കെ ബ്രേക്ക് ചെയ്ത് പുറത്ത് എല്ലാം ആഘോഷിക്കപ്പെടുന്ന സീക്രട്സ് ആളുകളെ ഏത് തരത്തിൽ സ്വാധീനിക്കുന്നു എന്നാണ് നമുക്കറിയുന്നത്. കറക്റ്റ്. അതെ, സത്യമായിട്ടും എല്ലാ ആശംസകളും. താങ്ക് യു, താങ്ക് യു. ഇഷ്ടപ്പെട്ടു.